ഹായ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് പപ്പായ ഇല വെച്ചും അതുപോലെ വേറെ കുറച്ച് കൊച്ചു ടിപ്സുകളും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ പഞ്ചസാരയൊക്കെ ഒരുപാട് മേടിച്ച് വെക്കുന്ന സമയത്ത് അത് കട്ട പിടിച്ച് അലിഞ്ഞ് ഒരുമാതിരി ആകാറുണ്ടല്ലേ. ചില പഞ്ചസാര കട്ട പിടിച്ചിട്ട് നമുക്ക് എടുക്കാൻ മടിയായിരിക്കും, ആ രീതിയിലാവും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിൻ്റെ പൊടിയുണ്ടല്ലോ, അതൊരു സ്വല്പം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇടുമ്പോഴത്തേനും ആ ഉപ്പിൻ്റെ ആ കട്ട പിടിക്കലും അതേപോലെ തന്നെ ഉപ്പ് അലിഞ്ഞു പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല എപ്പോഴും ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് റവയിലാണേലും അതേപോലെ എന്തിലും നമുക്ക് ഇതുപോലെ ഒരു സ്വല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചീത്തയാവാതെ എപ്പോഴും ഫ്രഷായിട്ട് തന്നെ ഇരിക്കുവേ. അതേപോലെ തന്നെ നമ്മൾ എണ്ണ അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും കനിച്ച് പോകാറുണ്ട്, ചീത്തയായി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ഉപ്പുപൊടി അതിനെ പുറത്തായിട്ടിട്ട് കൊടുക്കുക. അത് അതിനകത്തോട്ട് താഴോട്ടങ്ങ് പോയിക്കോളൂ കേട്ടോ. ഒരു സ്വല്പം ഉപ്പുപൊടി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അത് ഏതെണ്ണയാണേലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയാണേലും സൺഫ്ലവർ ഓയിലായാലും ഏതാണേലും നമുക്ക് കുഴപ്പമില്ല. ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എണ്ണ കനച്ച് പോകാറില്ല കേട്ടോ. അപ്പോൾ എണ്ണ എപ്പോഴും നല്ല രീതിയിൽ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. കണ്ടോ, അതങ്ങ് അടിയിലോട്ട് അങ്ങ് പൊയ്ക്കോളും. ഇനി നമുക്ക് അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിയുടെയൊക്കെ ജാറുണ്ടല്ലോ, നമ്മൾ അത് വാഷർ ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ 2 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിൽ നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുമ്പോഴൊക്കെ തെറിച്ച് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു റബ്ബർ ഇട്ട് കൊടുക്കുക. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ ഒന്നുകൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു നല്ല രീതിയിൽ ഞെരുങ്ങിയിരുന്നോളും. ഒട്ടും തന്നെ കറിയും അരപ്പും ഒന്നും പുറത്തോട്ട് തെറിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ അരി അരയ്ക്കുന്ന ജാറാണേലും ഏത് ജാറാണേലും നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി. കണ്ടോ, നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളിതേപോലെ ഒരു പപ്പായ ഇല കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു സൂത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ഇല മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരൊറ്റ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അടുപ്പത്ത് തീ കത്തിച്ച് നമുക്ക് കുറച്ച് വെള്ളം വയ്ക്കാനകത്ത് 1 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പിഴിഞ്ഞിട്ട് കളയുന്ന നാരങ്ങാത്തോടുണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പപ്പായ ഇല അത് കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ചിട്ട് അതിൻ്റെ ആ ഒരു എസൻസ്, ഇലയുടെ എസൻസും നാരങ്ങയുടെ ആ ഒരു സത്തും എല്ലാം ആ വെള്ളത്തിനകത്തോട്ട് ഒന്ന് ഇറങ്ങിക്കിട്ടട്ടെ. ഈ ഒരു ഒറ്റ ഇല മാത്രം മതി കേട്ടോ. ഒരുപാട് പാത്രങ്ങളാണേലും അതേപോലെ കിച്ചൺ ടൈലാണേലും ബാത്റൂം ടൈലാണേലും വാഷ് ബേസിനാണേലും സിങ്കാണേലും എല്ലാം തേച്ച് കഴുകാനായിട്ട് പറ്റും. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ തിളച്ച് അതിൻ്റെ ആ ഒരു സത്ത് എല്ലാം ഇറങ്ങി കിട്ടണം. അതിന് ശേഷം നമ്മളിത് അരിച്ച് ഈ ഇല മാറ്റിയെടുക്കുക കേട്ടോ. ഇതിപ്പം എന്താണ്ട് എല്ലാം തിളച്ച് വരുന്നുണ്ടേ. അതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ ഒരു പത വേണമെങ്കിൽ ഡിഷ് വാഷ് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രം കഴിയുമ്പോഴത്തേനും ചിലവർക്ക് ചെറിയതായിട്ട് പത വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സോപ്പിൻ്റെ പതയൊക്കെ വേണമെങ്കിൽ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ ഞാൻ തേക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് വേണ്ടത് പരലുപ്പാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ പരലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പരലുപ്പ് നല്ലതാണ്, അണുവിമുക്തമാക്കും. അപ്പം എന്താണ്ട് എല്ലാം തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ തിളച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. പപ്പായ ഇലയും അതേപോലെ നാരങ്ങാത്തോടും പരലുപ്പും, ഇതിനകത്ത് വേറെ കെമിക്കലും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. കാരണം ചിലവർക്ക് ഡിഷ് വാഷൊക്കെ വെച്ച് തേച്ച് പാത്രങ്ങളൊക്കെ തേക്കുമ്പോൾ കൈയൊക്കെ തൊലി ഉലിഞ്ഞു പോകാറുണ്ട്, കുരുപ്പ് വരാറുണ്ട് കയ്യിലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് നല്ല ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഈ ഇല അരിച്ച് മാറ്റാം, കളയണ്ട കേട്ടോ. ഇതിന് ഉപയോഗമുണ്ട്. ഈ ഒരു വെള്ളം തണുത്തതിന് ശേഷം നമ്മളിതിനകത്ത്
പാത്രങ്ങളാണേലും എല്ലാം. ഞാനിപ്പം പഴയ 2 ഗ്ലാസ്സാണ്, അതിട്ട് കാണിച്ചു തരാവേ. അതിൻ്റെ ആ ഒരു കളർ വ്യത്യാസം വരെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പം വീഡിയോ ഒരുപാട് ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് കാണിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കറയുള്ള നല്ല രീതിയിൽ കറ പിടിച്ച ഗ്ലാസ്സാണ്, പഴയ ഗ്ലാസ്സാണ് അതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ എടുക്കുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു വെട്ടം തിളക്കം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കണ്ടോ, തേച്ചില്ല, ഒന്നും ചെയ്തില്ല, അതിനകത്ത് ഇട്ട് വെച്ചതേ ഉള്ളൂ. ആ ഗ്ലാസിൻ്റെ വെട്ടം കണ്ട, തേക്കാതെ തന്നെ. അപ്പോൾ ആ പഴയ ഗ്ലാസ്സും നമ്മളതിനകത്ത് മുക്കിയ ഗ്ലാസ്സും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബൗള്, ഗ്ലാസിൻ്റെ പ്ലേറ്റുകൾ, അതേപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങൾ എല്ലാം ഇത് വെച്ച് തേച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഇല വെച്ചാണ് ഞാൻ തേക്കുന്നത്. ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് ഇല വെച്ചാണ് തേക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, ഡിഷ് വാഷും കാര്യങ്ങളൊന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ അതാണ്ട് ആ ഒരു കണ്ടോ, കഴുകിയപ്പോൾ കണ്ടോ, ഇല വെച്ചിട്ട് തേച്ചിട്ട് ഗ്ലാസ് വ്യത്യാസം കണ്ടോ. ഞാൻ സ്റ്റീലിൻ്റെ തവിയൊക്കെ കാണിച്ചു തരാം തേച്ചിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പപ്പായ ഇല ഉണ്ടെങ്കിൽ നമ്മളത് ഇതുപോലെ പ്രയോജനപ്പെടുത്തുക. കണ്ടോ, നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട്. നമുക്ക് ചകിരിയും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട, ഈ ഒരു ഇല വെച്ചിട്ട് തേച്ചാൽ മതി. അപ്പം സ്ക്രബ്ബറൊക്കെ പിടിക്കുന്നവർക്കൊക്കെ കൈക്കൊക്കെ അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം വെച്ചിട്ട് തേക്കാൻ നോക്കുക കേട്ടോ. കണ്ടോ, വെട്ടിത്തിളങ്ങുന്നുണ്ടോ. അതുപോലെ നമ്മുടെ ഫ്ലാസ്ക്, വെള്ളം കൊണ്ടുവന്ന ഫ്ലാസ്ക്, ചായ കൊണ്ടുവന്ന ഫ്ലാസ്കിനകത്തൊക്കെ ഈ ഒരു ഇല, ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് ഇലയിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്യുക. നാരങ്ങാത്തൂടുണ്ടെങ്കിൽ അതും കൂടി ഇടുക. നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്തിട്ട് കഴിയുന്നൊക്കെ നല്ല രീതിയിൽ ആ ഫ്ലാസ്ക് ആണെങ്കിലും കുപ്പികൾ, വെള്ളം കൊണ്ടുവന്ന കുപ്പികളാണെങ്കിലും നല്ല രീതിയിൽ വെളുത്തിട്ടു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു ഇല വെച്ചിട്ട് തന്നെ ഞാൻ സിങ്കൊക്കെ ഒന്ന് തേച്ച് കഴിയുകയാണേ. കണ്ടോ, തേച്ച് കഴുകി വെള്ളം ഒഴിച്ചപ്പോഴത്തേനുള്ള ആ വ്യത്യാസം കണ്ട. ഒരുപാടിട്ട് ഉരയ്ക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ ടാപ്പുകളും എല്ലാം തേച്ച് കഴുകുക കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ പപ്പായ ഇല ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ സിങ്കൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഈ ഒരു വെള്ളം നമ്മൾ സിങ്കിനകത്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പ്രാണികൾ, പാറ്റകൾ ഒന്നും തന്നെ ഇല്ലാതാകും കേട്ടോ. അപ്പോൾ ആ പാത്രത്തിൻ്റെ വെട്ടം കണ്ടോ, നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ടോ നമ്മൾ ആ വെള്ളം തിളപ്പിച്ചതിൻ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.